അപ്പം തന്നെ ചങ്ങാവർ എല്ലാവർക്കും അപ്പം ചങ്ങാവർ ഇന്ന് നമ്മളൊരു കിടില സംഭവമായിട്ടെന്ന് വെച്ചുള്ളത്. അപ്പോൾ നമുക്ക് നേരെ അകത്തോട്ട് പോകാം കേട്ടോ. അപ്പോൾ അകത്ത് നിന്നാണ് പരിപാടി മൊത്തം ഉള്ളത് ഇന്നത്തെ. അപ്പോൾ വീഡിയോ കംപ്ലീറ്റ് എല്ലാവരും കാണാൻ മുഴുവനായിട്ട്, അതേപോലെ ലൈക്ക് ചെയ്യാൻ, സപ്പോർട്ട് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുമല്ല കേട്ടോ. അപ്പോൾ അച്ചൂസ് ഇവിടെ ഉണ്ട് ചിരിച്ച് കേട്ടോ. അപ്പോൾ സാധനം ഇതാണ്, ഈനെ കൊണ്ടുള്ള ഒരു വെറൈറ്റി സാധനം. ഇത് നമ്മൾ എന്താണെന്ന് പറയാം, ചെറുനാരങ്ങ അല്ല, ചെറുനാരങ്ങ സാധനം. അപ്പോൾ ചെറുനാരങ്ങ നമ്മൾ ഉപ്പിട്ടിട്ടല്ലേ, ഉപ്പിട്ടിട്ട് ഫുള്ള് ഫുള്ള് ഉണക്കിയിട്ട് വെച്ചതാ, വെയിലത്ത് ഉണക്കിയിട്ട് വെച്ചതല്ല. അപ്പൊ ഇത് നേരെ നമ്മൾ എങ്ങോട്ടേ കൊണ്ടുവന്ന് അടുക്കളയിലേക്ക്. അപ്പൊ നേരെ നമുക്ക് അടുത്ത് പോക്ക് അടുക്കളയിലേക്ക്. അപ്പൊ അടുക്കളയിൽ അമ്മ എന്തൊക്കെയോ പരിപാടി ആക്കി വെക്കുന്നുണ്ട്. ഇതെന്നാളെ അറിയില്ല. അപ്പൊ ഇതെന്നാ എണ്ണയാ വെളിച്ചെണ്ണ? വെളിച്ചെണ്ണ കേട്ടോ. എണ്ണ എന്തെണ്ണയാ? എന്തെണ്ണ ഇത്? പച്ചെണ്ണ നമുക്ക് മറന്നു കേട്ടോ. ഉലുവയിട്ട് കടുവിട്ട് മുളകിട്ട് ഇനി കറിവേപ്പില അതിൻ്റെ അകത്തേക്ക് ഇടും. കറിവേപ്പിലേക്ക് ഇടുന്ന കേട്ടോ. അപ്പൊ അന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോലെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം, ഇപ്പൊ പറയണ്ടല്ലേ, ഇപ്പൊ പറയണ്ട. അപ്പൊ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കണ്ടു നോക്കാം. ഇപ്പൊ കാന്താരി മുളകിടണോ? നല്ല അടിപൊളി വിഭവം ഉണ്ടാക്കുന്നല്ലേ ഇന്ന്. അടിപൊളി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ കറിവേപ്പിലിട്ടിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം അല്ലേ. കുറച്ച് മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് കാന്താരിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കാന്താരി ഇടുമ്പോൾ കുറച്ച് ചെയ്യാൻ കാണുന്നത് കാന്താരി. നല്ല കാന്താരി മുളക് അല്ല, നല്ല മണമുണ്ട് കേട്ടോ. മൂക്ക് അടിച്ചു പോകുന്ന മണമുണ്ട്. കടു പൊട്ടിത്തെറിക്കുന്നതിന് കണ്ണിലേക്കും വായിലേക്കൊക്കെ നമ്മൾ നാളെ ഇട്ട് കൊടുക്കും കേട്ടോ. അത്യാവശ്യത്തിൻ്റെ ആഗ്രഹപ്രകാരം ഉണ്ടാക്കുന്ന സാധനം ഇത്. അത്യാവശ്യത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അത്യാവശ്യത്തിന് ഇഷ്ടപ്പെട്ട എല്ലാ ഐറ്റംസും നമ്മൾ ഈ ഒരു സമയത്ത് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. വയല് വെള്ളം ഊറുന്നുണ്ട്, കപ്പൽ കൊണ്ട് വെള്ളം ഊറുന്നുണ്ട് അത്യാവശ്യത്തിൻ്റെ. അതിലിട്ടാവില്ല. നല്ലോണം ഇളക്കി മറച്ചിട്ട് സെറ്റാക്കുന്നുണ്ട് സാധനം. ഉപ്പ് ഇട്ട് കൊടുക്കുന്നില്ല, ഉപ്പ് കല്ലുപ്പല്ല, കല്ലുപ്പാണ് ഇതിന് പ്രധാനമായിട്ട് ഇട്ട് കൊടുക്കേണ്ട ഒരു വിഭവ സാധനമാണ് കല്ലുപ്പ്. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കണം അല്ലേ. നന്നായിട്ട് ഇളക്കണം. എല്ലാരും ഇതും. അപ്പൊ വെളുത്തുള്ളി ഇട്ട് കൊടുക്കല്ലേ, വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് ഇനി അടുത്ത് ഇട്ടെടുക്കുന്നേ അച്ചാറ് പൊടി കേട്ടാ. നല്ല പോലെ അച്ചാറ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടാ. അച്ചാർ ഇപ്പൊ മുളക് പൊടി കേട്ടാ. അച്ചാറ് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മള് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അച്ചാറ് പൊടിയും മുളക് പൊടിയും ഉപ്പും വെളുത്തുള്ളി എല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അച്ചൂസ് ഇവിടെ എന്താ വിനാഗിരി ആയിട്ടുണ്ട് അച്ചൂസ് കേട്ടാ. അപ്പൊ വിനാഗിരി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പൊ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ.
തുറക്കാന്നൊക്കെ പറയുന്നത് വിനാഗിരിയാണ് ഒഴിച്ച് കൊടുത്തത്. വിനാഗിരി വെച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കടു നാരങ്ങ അച്ചാറ. ആവശ്യത്തിന് കുറച്ചും കൂടി ഓയിൽ അല്ല, ഓയിലല്ല വെള്ളെണ്ണ. നല്ലെണ്ണ ആവശ്യത്തിന് കുറച്ചും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പ് കുറച്ചും കൂടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് പൊടി ഉപ്പാണ് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അത് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. മണം വന്ന് തുടങ്ങുന്നത് നന്നായിട്ട് ഇളക്കി സെറ്റാക്കി വരുന്നുണ്ട് കേട്ടോ. ഈ ചട്ടിയിലാണ് ഏട്ടൻ ചോറ് ഈ ചട്ടിക്ക് വേണ്ടിട്ട് ഇത്രയും കാട്ടുന്നു. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലുള്ളത് കുറച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് അത് വെന്ത് വരട്ടെ. ആ സമയത്ത് നമ്മൾ ഇപ്പോഴത്തെ സൈഡിൽ ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് ഒരു 2 നുള്ളു കായ കൂട്ടിയിട്ട് ഒന്ന് വറുത്തിട്ട് ഒന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് പൊടിയിട്ട് കൊടുക്കുന്നതായിരിക്കും. എന്നിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഇറക്കി കൊടുക്കാം. നമ്മൾ 2 നുള്ളു കായ അത്രയും കൊടുക്കും കേട്ടോ. കായ കൂടി കഴിഞ്ഞാൽ പ്രശ്നം. അപ്പോൾ ഒന്ന് വറുത്തിട്ട് പൊടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് ഇടുക. അതുപോലെ തന്നെ കുറച്ച് പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ വെല്ലം അതോ നിങ്ങൾ ഇതിനകത്ത് പൊടിച്ചിട്ടിടുന്നുണ്ടെങ്കിൽ അത്രയും നല്ല. കായപ്പുണ്ടെങ്കിൽ കുറച്ചൊന്ന് കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. ഒന്ന് വറുത്ത കായ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായ നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം വെല്ലം അല്ലെങ്കിൽ ശർക്കര നമ്മൾ ഇതേപോലെ നന്നായിട്ട് ഇതാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഓണാക്കും. ആ വെള്ളം നമ്മൾ ചൊല്ലിട്ടതിന് ശേഷം കുറച്ച് വിനാഗിരി അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. 2 തിളക്കലും കൂടി തിളച്ച് സെറ്റ് സാധനം സെറ്റ്. നമ്മളെ കടുനാരങ്ങ അച്ചാർ സെറ്റ് കേട്ടാ. അല്ല സംഭവം ഉഗ്രനായിട്ടുണ്ട്. അമ്മ എന്തോ പറയുന്നുണ്ട് കേട്ടോ. എന്ന് പറഞ്ഞേ ഒരു തുള്ളി വെള്ളം തൊട്ടില്ല. ഇതിൻ്റെ അകത്ത് 2 കൊല്ലം വെച്ചതിൽ 4 കൊല്ലം വെച്ചതിൽ ഒന്നും ആവില്ല. അപ്പൊ നമ്മളെ കടുനാരങ്ങ അച്ചാർ റെഡി. നാവിൽ കൊതിയൂറും കടുനാരങ്ങ അച്ചാർ റെഡി. ഓക്കെ, നാവിൽ കൊതിയൂറും കടുനാരങ്ങ അച്ചാർ റെഡി കേട്ടാ. അപ്പൊ എല്ലാവരും ഇതൊന്ന് പരീക്ഷ നോക്കുക. ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചേ വേണ്ടു അല്ല. അപ്പോൾ നമ്മളെ കടുനാരങ്ങ അച്ചാർ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.